എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് കയറിയിട്ട് ചെങ്കോട്ട വന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചെന്നൈയിലേക്കാണ് നമ്മുടെ യാത്ര. തമിഴ്നാട്ടിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഹൈ ഡിമാൻഡബിൾ ട്രെയിനായിട്ടുള്ള ചെങ്കോട്ടൈ ചെന്നൈ എഗ്മോർ പുതുകൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. 5:15 ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത് 6:45 കേട്ടോ. ഒരുപാട് സമയമുണ്ട്. കാണുന്ന നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് മലനിരകളാട്ടോ. അപ്പോൾ ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ വന്ന് ഇൻട്രോ ഒക്കെ എടുത്ത് സമാധാനമായിട്ടിരിക്കാമല്ലോ വെച്ചിട്ടാണ് നേരത്തെ വന്നത്. ഇപ്പോൾ ഇവിടെ ഫുൾ ശാന്തമായി കിടക്കുക കേട്ടോ. ആരുമില്ല, ഭയങ്കര നിശബ്ദമായിട്ട് ആൾക്കാരൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. ഇനി ഇവിടെ ട്രെയിൻ പുറപ്പെടാൻ നേരത്തെ കാണാം എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ. ഇന്ന് പിന്നെ ഒരു വീക്ക് ഡേ കൂടിയാണ്. ഇന്നിപ്പം ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പം എത്രത്തോളം തിരക്കുണ്ടാവുന്നതല്ല, പക്ഷെ എന്നാലും സാധാരണഗതിയിൽ ട്രെയിൻ നല്ല തിരക്കുള്ളൊരു ട്രെയിനാണ്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകട്ടോ. ഇവിടെയായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പിന്നെ ATM മെഷീൻ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. നമ്മുടെ വണ്ടി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുക എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്ത് 2 കിടക്കുന്നത് ചെങ്കോട്ടൈ തിരുനെൽവേലി പാസഞ്ചറാണ് കേട്ടോ. അവിടെ കാണുന്ന ആ ചുവന്ന ബ്രേക്കാണ് നമ്മുടെ പുതുകൈ എക്സ്പ്രസ്സിൻ്റെ. അപ്പോൾ അതിനിപ്പോൾ അവിടെ നിന്ന് ഷണ്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. നമ്മളിതിൻ്റെ കോച്ച് പൊസിഷനും കാര്യമൊക്കെ ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ പുതുകൈ എക്സ്പ്രസ്സിൻ്റെ റേക്ക് അവർ റിവേഴ്സ് ഷണ്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന കോച്ച് S3. ഇതാണ് കേട്ടോ നമ്മുടെ കോച്ച്. കറക്റ്റ് നമ്മുടെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്തി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരോ കോച്ചുകളായിട്ട് നോക്കി പോകാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പുറകിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതിൻ്റെ ഒരു SLR കോച്ചാണ് പുറകിൽ. അത് കഴിഞ്ഞിട്ട് 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ കയറി സീറ്റിംഗ് ഒക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. ലൈറ്റൊന്നും ഓണാക്കിയിട്ടൊന്നുമില്ലേ. എട്ട് സ്ലീപ്പർ കോച്ചുകളാണ് കേട്ടോ ഉള്ളത്. S8 തൊട്ട് S1 വരെ. ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച് S3. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാം. ടോയ്ലറ്റ് കയറി നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബെർത്ത് വരുന്നത്. സീറ്റ് നമ്പർ 2, ഈ മിഡിൽ ബെർത്ത്. ഞാനത് ബുക്ക് ചെയ്ത സമയത്ത് RAC ആയിരുന്നു. RAC 88 ബുക്ക് ചെയ്തപ്പം. പിന്നെ നമ്മുടെ ചാർട്ട് പ്രിപ്പയർ ആയ സമയത്ത് എനിക്കിവിടെ ഈ ഒരു മിഡിൽ ബെർത്ത് കിട്ടി. ഞാൻ സൈഡ് ലോവറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയപ്പോൾ ഈ മിഡിൽ ബെർത്താണ് കിട്ടിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് AC കോച്ചാണ്. ഇത് B5 ആണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ചാർജിങ് പോയിൻ്റ് ഇവിടെയുണ്ട്.
അതുപോലത്തെ 2 ചാർജിങ് പോയിൻ്റ് ഇവിടെ ഉണ്ട്. പിന്നെ മേലെ അവർ ടവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സോറി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നതിൻ്റെ സെക്കൻഡ് AC കോച്ചാണ് A2. ഇതിൻ്റെ HA1 കമ്പാർട്ട്മെൻ്റ് ആണ്, അതായത് AC ഫസ്റ്റ് ക്ലാസ് കം 2 ടയർ. ഇതിൻ്റെ സെക്കൻഡ് AC ഭാഗമാണ് ഈ ഒരു ഭാഗം, കണ്ടേ? ഈ ഒരു ഏരിയ സെക്കൻഡ് AC ആണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി ഫസ്റ്റ് AC ആണ്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ACയിലെ ഒരു ക്യാബിൻ. 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന ക്യാബിനാണിത്. ഇതിൻ്റെ കൂപ്പ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് AC കൂപ്പ. അതായത് 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു പ്രൈവറ്റ് റൂം ആണ്, കണ്ടില്ലേ? ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പ്രൈവസിയാണ്. ഡോറും ക്ലോസ് ചെയ്ത് ഇവിടെ ഈ കർട്ടനും കൂടി ഇട്ടാൽ ഫുൾ പ്രൈവസി കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലോക്കോ പോയി നോക്കാം. ഇത് ലോക്കോ നമ്മളെ കൊണ്ടുപോകുന്നത് ആണ്. നമ്മുടെ പൊതികെ എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് റോയൽ ഷെഡിൻ്റെ WP7 ലോക്കോ ആണ് കേട്ടോ. ഇവരാണ് നമ്മളെ ഈ ചെങ്കോട്ടയിൽ നിന്നും ഈ ചെന്നൈ എഗ്മോർ വരെ കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ ചെങ്കോട്ടയിൽ നിന്നുള്ള തിരുനെൽവേലി പാസഞ്ചറെ പുറപ്പെട്ടു കേട്ടോ അവിടുന്ന്. செங்கோட்டை சென்னை எக்மோர் பொதிகை சூப்பர் ஃபாஸ்ட் எக்ஸ்பிரஸ் வழி சங்கரன் கோவில் ராஜபாளையம் விருதுநகர் மதுரை திருச்சிராப்பள்ளி விருத்தாச்சலம் 18 മണി 45 നിമിഷങ്ങൾക്ക് നമ്മുടെ വണ്ടിക്ക് റൈഡ് ഷെയറിങ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാവും. തിരുനെൽവേലി ടു ചെന്നൈ എഗ്മോർ, അതുപോലെ ചെന്നൈ എഗ്മോർ ടു സെങ്കോട്ടൈ, ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. തിരുനെൽവേലിയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് നെല്ലൈ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ സെങ്കോട്ടയിൽ നിന്നും നമ്മുടെ പൊതുകെ സൂപ്പർ ഫാസ്റ്റും ആയിട്ടാണ് നമ്മുടെ വണ്ടി സർവീസ് നടത്തുന്നത്. ഈ ഒരു ഭാഗം നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നമ്മുടെ മലയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കണ്ടോ, ചെറുതായിട്ട് ഇടി വെട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാണ്ട്. മഴ പെയ്യുമോയെന്ന് അറിയില്ല കേട്ടോ. കൃത്യം ഓൺ ടൈമിന് നമ്മുടെ പൊതുകെ എക്സ്പ്രസ് അങ്ങനെ അവിടെ നിന്ന് ചെങ്കോട്ടന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള തെങ്കാശി ജംഗ്ഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നിൽക്കുന്നൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള ആൾക്കാരാണ്. ചെങ്കോട്ടെ നമ്മുടെ വണ്ടി കാലിയായിട്ടാണ് എടുത്തെങ്കിലും ഇവിടെ തെങ്കാശി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ളായിട്ടോ. ഇനി അടുത്തടുത്ത സ്റ്റേഷനിലൊക്കെ നമ്മുടെ വണ്ടിയിൽ ആൾക്കാരെ കയറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞേ, തമിഴ്നാട്ടിൽ തന്നെ ടിക്കറ്റ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ട്രെയിനാണ് ഈ പൊതുവെ
തെങ്കാശി ജംഗ്ഷൻ വരാൻ കാരണം വെച്ചാൽ ഇവിടെ നിന്നും തിരുനെൽവേലിയിലേക്ക് ഒരു ലൈനും അതുപോലെ ഇപ്പോൾ നമ്മൾ വന്ന് എന്താ പറയുക ചെങ്കോട്ട വഴി കുണ്ടൂർ പോകുന്ന ലൈനും പിന്നെ ഇവിടുന്ന് വിരുദനഗർ വഴി മധുരയ്ക്ക് പോകുന്ന ലൈനുമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് സിഗ്നലായിട്ടോ. നമ്മളങ്ങനെ അടുത്ത സ്റ്റോപ്പായിട്ടുള്ള കടയനല്ലൂർ എന്ന സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ഇതൊരു കുഞ്ഞു സ്റ്റേഷനാണ്, 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറാനായിട്ട്. എൻ്റെ സൈഡിൽ കയറാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ എല്ലാ ദിവസവും ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഒരു ഓവർനൈറ്റ് ട്രെയിനാണ് ഈ ട്രെയിൻ. എല്ലാ ദിവസവും വൈകിട്ട് 6:45 ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്ത് പിറ്റേ ദിവസം രാവിലെ 6:20 ചെന്നൈ എഗ്മോറിലേക്ക് ചേരുന്നത്. ഈ ട്രെയിൻ ടോട്ടലായിട്ട് കവർ ചെയ്യുന്നത് 670 കിലോമീറ്ററാണ്. ഇത് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 11 മണിക്കൂർ 25 മിനിറ്റാണ്. അവിടെ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 12662 അതുപോലെ തിരിച്ച് ചെന്നൈ എഗ്മോറിൽ നിന്നും ചെങ്കോട്ടയിൽ വരുമ്പോൾ 12661. അവിടെ നിന്ന് ചെന്നൈയിൽ വരുന്ന സമയത്ത് രാത്രി 8:10 എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ 7:25 ചെങ്കോട്ടയിൽ എത്തിച്ചേരുന്നത്. ഇതിന് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് 18 സ്റ്റോപ്പുകളാണ്. പിന്നെ നമ്മുടെ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 2004 സെപ്റ്റംബർ 20 ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. നമ്മളങ്ങനെ അടുത്തൊരു സ്റ്റേഷനിലെത്തി. പമ്പ കോവിൽ ശാന്തി, അതാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇവിടുന്ന് ഒരു ക്രോസിങ് കിട്ടി കേട്ടോ. മയിലാടുതുറയിൽ നിന്നും ചെങ്കോട്ട വരെ പോകുന്ന മയിലാടുതുറ ചെങ്കോട്ട എക്സ്പ്രസ്. അങ്ങനെ ആ വണ്ടി വന്ന് നമുക്ക് സിഗ്നൽ കിട്ടി കേട്ടോ. കുറച്ച് നേരം നമ്മളവിടെ പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. സിംഗിൾ ലൈനല്ലേ. നമ്മളങ്ങനെ ശങ്കരൻ കോവിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശങ്കരൻ കോവിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ അടുത്ത സ്റ്റോപ്പായിട്ടുള്ള രാജപാളയം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കായിട്ടോ. ഇവിടെ നമ്മുടെ കോച്ചിലേക്ക് ആൾക്കാർ കയറി. നമ്മളങ്ങനെ ശ്രീവില്ലിപുത്തൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോം. നമ്മളങ്ങനെ ശിവകാശിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിരുദനഗർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റൂട്ടിലൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഈ വിരുദനഗർ ജംഗ്ഷൻ. വിരുദനഗർ ജംഗ്ഷൻ ഈ വിരുദനഗർ എന്ന സ്റ്റേഷൻ ഈ റൂട്ടിലൊരു മേജർ ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്താ പറയുക, മാനാമധുരൈ എന്ന് പറയുന്ന സ്ഥലത്തേക്കും അതുപോലെ കോവിൽപ്പട്ടി പിന്നെ മധുരൈ
അതുപോലെ നമ്മൾ വന്ന ശിവകാശി റൂട്ട്, ആ റൂട്ടിലേക്കൊക്കെയാണ് ഇവിടുന്ന് ലൈൻ തിരിഞ്ഞ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം. ഓക്കെ, അങ്ങനെ നമ്മൾ വിരുദനഗർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ S1 കമ്പാർട്ട്മെൻറ്റിലാട്ടോ. ശരിക്കും എൻ്റെ സീറ്റ് S3-ൽ 2 അപ്പോൾ അവിടുന്ന് എന്താ പറയുക, ചെങ്കോട്ടിൽ കയറിയത് തന്നെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അവരിൽ ഒരാൾക്ക് സീറ്റ് S3 തന്നെ 58-ലാണ്, അപ്പോൾ അങ്ങോട്ട് മാറി ചോദിച്ചു. ഞാൻ അങ്ങോട്ട് മാറി. അങ്ങനെ കുറേ ദൂരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് അവിടെ ഇതേപോലെ ഫാമിലി ആയിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ ഒരുപാട് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പലർക്കും പല സ്ഥലങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലും ഒരാൾക്ക് എന്താ പറയുക S1-ൽ 65 കിട്ടി. അപ്പോൾ എന്നോട് അവിടുന്ന് ചോദിച്ചു മാറുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി. നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ മാത്രമല്ല എനിക്കൊരു അപ്പുറപ്പുറത്ത് കിട്ടി. ഇവിടെ വന്നപ്പം എന്താ പറയുക 65 ലോവറൊക്കെയാണ്. അവിടെ ഇന്ന് മേളിൽ കയറി കിടക്കുമെന്ന് ചോദിച്ചു എന്നോട്. അവിടെ ആയിക്കോട്ടെ, മേളിൽ കയറി കിടക്കാൻ. കാരണം എനിക്ക് ലോവറിൽ കിടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പുറപ്പുറത്താണ്. പക്ഷേ അപ്പുറപ്പുറത്ത് കൊടുത്താൽ കിട്ടാറുമില്ല. അപ്പോൾ എന്തായാലും കിട്ടി, ലെക്കാണ്. അങ്ങനെ നമ്മൾ വിരുദനഗറിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മധുര ജംഗ്ഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മധുര ജംഗ്ഷനിലെത്തി കേട്ടോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് മധുരയിൽ. செங்கல்பட்டு நடைமேடை 1 வந்து சேர்ந்து விட்டது. Your attention please. Train number 1, 2 திருச்சிராப்பள்ளி விருத்தாச்சலம் ஜங்ஷன் விழுப்புரம் செங்கல்பட்டு. എക്സ്പ്രസ് വയ ദിണ്ടുക്കൽ ജംഗ്ഷൻ തിരുച്ചിറാപ്പള്ളി വൃദ്ധാചലം ജംഗ്ഷൻ. നമ്മൾ മധുരയിൽ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് അടിച്ച് ഡിലേയുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ദിണ്ടുക്കൽ ജംഗ്ഷനിലാണ് കേട്ടോ. അങ്ങനെ മധുരയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ നമ്മൾ. മധുരയിൽ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഞാൻ പറഞ്ഞല്ലോ ദിണ്ടുക്കൽ ജംഗ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ തിരുച്ചിറാപ്പള്ളി, വൃദ്ധാചലം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോയി കിടക്കാൻ പോവാണ്. ബാക്കി കാഴ്ച നാളെ രാവിലെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് നിൽക്കാറ് താമ്പരം ഒക്കെ വരും നമ്മൾ. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം. രാവിലെ ആയ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ സമയത്ത് ചെങ്കൽപ്പട്ട് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. വണ്ടി ഏതാണ്ട് 20 മിനിറ്റ് ഇടയിലുണ്ട്. ശരിക്കും താമ്പരത്തിൽ തന്നെ വണ്ടിയാണ് ഇപ്പോൾ ചെങ്കൽപ്പട്ട് എത്തിയിട്ടുള്ളൂ. അടുത്ത സ്റ്റോപ്പാണ് താമ്പരം. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സ്റ്റോപ്പായിട്ടുള്ള താമ്പരം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഇറങ്ങി കേട്ടോ. അല്ലേ
നമ്മൾ താമ്പരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഒരു ലോക്കൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണോ. അങ്ങനെ നമ്മൾ ചെന്നൈ എഗ്മോർ എത്തി കേട്ടോ. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടുള്ള തോണ്ടിയാർപ്പടി ഷെഡിൻ്റെ ഒരു ആൾക്കാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് പുറപ്പെട്ട യാത്ര അങ്ങനെ നമ്മൾ ചെന്നൈ എഗ്മോറിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്ന കോച്ച്. അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി കേട്ടോ. നമുക്കും നേരെ പുറത്തോട്ടിറങ്ങാം. അപ്പോൾ നമ്മുടെ പൊതുകെ എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.